അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് 135 പേജാണ്. ഓക്കെ, സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ഓർ STIs, മലയാളത്തിൽ പറഞ്ഞാൽ ലൈംഗിക രോഗ അണുബാധകൾ. ഓക്കെ, ഇതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ലൈംഗിക ബന്ധത്തിലൂടെ പല രോഗങ്ങളും മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്നു എന്ന്. ഓക്കെ, നമ്മൾ അതിനെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ട്രാൻസ്മിറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പകരുക എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്ന് പറയുന്നത്. അത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുമ്പോൾ അതിനെ സെക്സ്വലി ട്രാൻസ്മിറ്റഡ് എന്നും പറയുന്നു. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആർ മെയിൻലി ട്രാൻസ്മിറ്റഡ് ത്രൂ സെക്സ്വൽ കോണ്ടാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രോഗങ്ങൾ പകരുന്നത് ലൈംഗിക ബന്ധത്തിലൂടെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈ രോഗങ്ങൾ പകരുന്നത്. ദീസ് ഡിസീസസ് ആർ കോസ്ഡ് ബൈ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഓർ പാരസൈറ്റ്സ്. അതായത് ഈ രോഗത്തിന് കാരണക്കാരായി തീരുന്നത് ഏതെല്ലാം സൂക്ഷ്മജീവികളാണെന്ന് ചോദിച്ചാൽ ബാക്ടീരിയകളാണ്, വൈറസുകളുണ്ട്, പരാതങ്ങൾ അല്ലെങ്കിൽ ഫംഗസുകളുണ്ട്. ഇവയാണ് ഇത്തരം രോഗങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമായി തീരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ചില ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങളെക്കുറിച്ചാണ്. ഒന്നാമതായിട്ട് എയ്ഡ്സ് എന്ന് പറയും. നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമാണ് എയ്ഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം. അത് നമ്മളുടെ നാട്ടിൽ സാധാരണയായിട്ട് ജനങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയോ ഒരു ഭയങ്കരമായിട്ടുള്ള പേടിയും ഭീതിയും ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ഒന്നാമതായിട്ടുള്ള രോഗം എയ്ഡ്സ്. രണ്ടാമതായിട്ട് നാം ഇവിടെ പഠിക്കാൻ പോകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലമീഡിയാസിസ് എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ചാണ്. ഈ ക്ലമീഡിയാസിസ് എന്ന് പറയുന്ന രോഗം എന്താണെന്ന് നിങ്ങൾക്ക് നല്ല പരിചയമില്ലെങ്കിൽ ഞാൻ അത് എന്താണെന്ന് പറഞ്ഞു തരാം. ക്ലമീഡിയാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗമാണ്. ഇത് എന്താണ് ചെയ്യുന്നത്, എവിടെയെല്ലാമാണ് ഈ രോഗം ബാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാരിൽ യൂറത്രയിലാണ് ഇത് സാധാരണയായിട്ട് ബാധിക്കുന്നത്. ഓക്കെ, ഞാനൊരു കാര്യം പറയാം. യൂറത്ര എന്താണെന്നുള്ള കാര്യം ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണുക. അതുപോലെ തന്നെ പുരുഷന്മാരിൽ യൂറിത്രയിലാണ് ഇത് കാണുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളിൽ ഇത് കാണുന്നത് എൻഡോ സെർവിക്സ് ഓർ യൂറിത്ര ഓർ ബോത്ത് ഇൻ വുമൺ. അതായത് ഒന്നുകിൽ ഇത് എൻഡോ സെർവിക്സിലായിരിക്കും കാണപ്പെടുന്നത്, അല്ലെങ്കിൽ യൂറിത്രയിലായിരിക്കും കാണപ്പെടുന്നത്, അല്ലെങ്കിൽ എൻഡോ സെർവിക്സിലും യൂറിത്രയിലുമാണ് ഈ രോഗം കാണപ്പെടുന്നത്. ഈ രോഗം ഞാൻ പറഞ്ഞുവല്ലോ, ഇത് ഒരു സെക്സ്വലി ഇൻഫെക്റ്റഡ് രോഗമാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ രോഗം വരുവാനായിട്ട് സാധ്യതയുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലമീഡിയാസിസ് എന്ന് പറയുന്ന രോഗമാണ്. ഈ ക്ലമീഡിയാസിസ് രോഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലമീഡിയാസിസ് രോഗവും ഒരു സെക്സ്വലി ട്രാൻസ്മിറ്റഡ് രോഗമാണ്. ഓക്കെ, ആ രോഗം എവിടെയാണ് ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നു. യൂറിത്രയിലാണ് ആണുങ്ങളിൽ കാണപ്പെടുന്നത്. സ്ത്രീകളിൽ കാണപ്പെടുന്നത് എൻഡോ സെർവിക്സ് ഓർ യൂറിത്ര, അതായത് എൻഡോ സെർവിക്സിലും യൂറിത്രയിലും കാണപ്പെടുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തന്നുവല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മൂന്നാമത്തെ രോഗം എന്ന് പറയുന്നത് ഗൊണേറിയ എന്ന് പറയുന്ന ഒരു രോഗമാണ്. ഈ പേരുകളൊന്നും കേട്ട് നിങ്ങൾ അങ്ങനെ ഞെട്ടേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ടുള്ള രോഗം. ഈ രോഗം എന്താണെന്ന് പറഞ്ഞു തരാം. ഗൊണേറിയ ഈസ് എ കോമൺലി സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ. ഈ ഗൊണേറിയ എന്ന് പറയുന്നതും ഒരു ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗമാണ്. ആൻഡ് ഇറ്റ് ഈസ് പർട്ടിക്കുലർലി കോമൺ ഇൻ പീപ്പിൾ ഏജ്ഡ് ലെസ് ദാൻ 25 ഇയേഴ്സ്. അതായത് 25 വയസ്സിൽ താഴെയുള്ള ജനങ്ങളിലാണ് ഇത് സാധാരണ കോമൺ ആയിട്ട് കാണുവാനായിട്ട് പോകുന്നത്. ഇത് എവിടെയൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് അഫക്ട്സ് ദ ജെനിറ്റൽസ് ആൻഡ് ദ ത്രോട്ട്. അതായത് ഈ രോഗം സാധാരണയായിട്ട് ബാധിക്കുന്ന സ്ഥലങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെനിറ്റൽ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന അവയവങ്ങളിലായിരിക്കാം. അതുപോലെ തന്നെ മലദ്വാരത്തിൻ്റെ അവിടെയായിരിക്കാം, അല്ലെങ്കിൽ ത്രോട്ടിൻ്റെ അവിടെ, അല്ലെങ്കിൽ നമ്മളുടെ ഈ ത്രോട്ട് എന്ന് പറയുന്ന തൊണ്ടയുടെ ഭാഗത്തായിരിക്കും ഈ രോഗം സാധാരണയായിട്ട് കാണപ്പെടുന്നത്. ഇനി നമ്മൾ കാണുന്നത് നാലാമതായിട്ട് കാണപ്പെടുന്ന രോഗമാണ് സിഫിലിസ് എന്ന് പറയുന്ന രോഗം. എന്താണ് സിഫിലിസ് എന്ന് പറയുന്ന രോഗം എന്ന് നമുക്കൊന്ന് നോക്കാം. സിഫിലിസ് എന്ന് പറഞ്ഞാൽ പ്രൈമർലി സിഫിലിസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ സ്മോൾ പെയിൻലെസ് സോർ. അതായത് നമ്മളുടെ ശരീരത്തിൽ എന്താണ് പറയുന്നത്, വേദനയില്ലാത്ത ചെറിയ ഒരു മുറിവ് പോലെ അല്ലെങ്കിൽ ഒരു നീര് പോലെയാണ് ഇത് കാണപ്പെടുന്നത്. ഓക്കെ, ഇത് ഒരു കുരു പോലെ പൊങ്ങി വരുന്നതായിട്ട് കാണാം. അത് ചെറുതായിട്ട് തൊലി പോയിട്ടുണ്ടാവും. എ റാഷ് വിച്ച് മേ ലുക്ക് ലൈക്ക് അതർ റാഷസ് സച്ച് ആസ് ചിക്കൻ ബോക്സ്. അതായത് ഈ ചിക്കൻ ബോക്സ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ തൊലി പൊട്ടി
വരുന്നല്ലോ, അതുപോലെ കാണപ്പെടുകയാണ് ചെയ്യുന്നത്. ദ റാഷ് ലാസ്റ്റ് അബൌട്ട് 4 വീക്ക്. ഈ റാഷസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഏകദേശം 4 ആഴ്ചയാണ് ഇത് ഈ നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്നത്. അതർ സിഫീലിയസ് സിംറ്റംസ് ആർ ഇൻക്ലൂഡ്സ് ന്യൂറോളജിക്കൽ സിംറ്റംസ്. പിന്നെ എന്താണ് കാണപ്പെടുന്നത്? ന്യൂറോളജിക്കൽ സിംറ്റം, അതായത് നമ്മുടെ ഞരമ്പ് സംബന്ധമായിട്ട് കാണുന്നു. ഇൻക്ലൂഡിങ് ദോസ് അഫക്റ്റിംഗ് ദ ഐസ് ആൻഡ് അതർ പാർട്സ് ഓഫ് ദ ബോഡി ആസ് വെൽ. ഇത് എന്ത് ചെയ്യുന്നു? നമ്മുടെ കണ്ണിനെയും ശരീരത്തിൻ്റെ മറ്റുള്ള ബോഡി ഭാഗങ്ങളെയും ഇത് പയ്യെ 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 എന്ത് ചെയ്യുന്നു? അഫക്റ്റ് ചെയ്യുവാനായിട്ട് തുടങ്ങുന്നു. ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെനിറ്റൽ ഹെർപ്പസ് എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ചാണ്. എന്താണ് ജെനിറ്റൽ ഹെർപ്പസ് എന്ന് പറയുന്ന രോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജെനിറ്റൽ ഹെർപ്പസ് ക്യാൻ കോസ് ബ്ലിസ്റ്റേഴ്സ് ഓൺ ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺസ് ജെനിറ്റൽ സ്കിൻ ഇൻ ദ വജീന, പെന്നീസ് ഓർ ടെസ്റ്റിക്കിൾസ് ഓർ ആനസ്. അതായത് ജെനിറ്റൽ ഹെർപ്പസ് എന്ന് പറയുന്ന രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെയും ബ്ലിസ്റ്റേഴ്സ് അല്ലെങ്കിൽ പൊള്ളിയ പാടുകൾ പോലെ ഉണ്ടായിത്തീരും. ഓൺ ഇൻഫെക്റ്റഡ് പേഴ്സൺ, അതായത് ആ രോഗം ആർക്കാണോ വന്നിരിക്കുന്നത് ആ വ്യക്തിയുടെ എവിടെയൊക്കെയാണ് ജെനിറ്റൽ സ്കിൻസ്, അതായത് ആ വ്യക്തിയുടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആ ഭാഗമുണ്ടല്ലോ അവിടെയുള്ള സ്കിന്നുകളിൽ തൊലിയിൽ കാണാം. അതുപോലെ തന്നെ വജീനയിൽ കാണാം, അത് വജീന അല്ലെങ്കിൽ യോനിനാളിൻ്റെ മുൻപിലായിട്ട് കാണാം. അതുപോലെ തന്നെ പെന്നീസിൽ കാണാം, അല്ലെങ്കിൽ വൃഷ്ണത്തിൽ കാണുവാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ടെസ്റ്റിക്കിളിൽ കാണുവാനായിട്ട് സാധിക്കും. ഇനി അതും അല്ലെങ്കിൽ ചിലപ്പോൾ ആൺസ് അല്ലെങ്കിൽ അവരുടെ മലദ്വാരത്തിൻ്റെ അടുത്തായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അല്ലെങ്കിൽ HPV ഇൻഫെക്ഷൻ എന്ന് പറയും. HPV ഇൻഫെക്ഷൻ ഒരു വൈറസിനാൽ ഉണ്ടാകുന്നതാണ്. ഇത് സാധാരണയായി കോമൺലി എന്താണ് പറയുന്നത്? സ്കിൻ ഓർ മൂക്കസ് മെംബ്രൈൻ ഗ്രോത്ത്, അതായത് എന്താണ് ചെയ്യുന്നത്? ഈ സ്കിന്നിലും അതുപോലെ തന്നെ മൂക്കസ് മെംബ്രൈൻ്റെ ഗ്രോത്തും. മൂക്കസ് മെംബ്രൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെംബ്രൈൻ്റെ ഏറ്റവും അവസാന ഭാഗം ഇങ്ങനെ എന്താണ് ചെയ്യുന്നത്? വലുതായിട്ട് വളർന്ന് നീര് പറ്റിയിരിക്കുന്നത് പോലെ വളർന്നു വരുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ഇതും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു രോഗമാണ്. പിന്നീട് കാണപ്പെടുന്നത് വാട്ട് ഈസ് ഹെപ്പാറ്റൈറ്റിസ് ബി. അതായത് ഈ ഹെപ്പാറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് ഈസ് ആൻ ഇൻഫെക്ഷൻ ഓഫ് ദ ലിവർ. അത് ലിവറിനെ അല്ലെങ്കിൽ നമ്മളുടെ ലിവറിനെയാണ് ഇത് ബാധിക്കുന്നത്. കോസ്ഡ് ബൈ ഹെപ്പാറ്റൈറ്റിസ് ബി വൈറസ്. അതിന് കാരണക്കാരനായി തീരുന്നത് ഹെപ്പാറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന വൈറസ് ആണ്. ഇനി നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രൈക്കോമോണിയാസിസ് എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ചാണ്. എന്താണ് ട്രൈക്കോമോണിയാസിസ് എന്ന് വെച്ചാൽ? ട്രൈക്കോമോണിയാസിസ് ഈസ് എ കോമൺലി സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ. അതായത് ഇതൊരു സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള രോഗമാണ്. കോസ്ഡ് ബൈ പാരസൈറ്റ്, അതായത് കോസ് ചെയ്യുന്നത് പരാതങ്ങളാലാണ്. ഇൻ വുമൺ ട്രൈക്കോമോണിയാസിസ് ക്യാൻ കോസ് ഫൗൾ സ്മെല്ലിംഗ് വജീനൽ ഡിസ്ചാർജ്. അതായത് സ്ത്രീകളിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ രോഗം വന്നു കഴിഞ്ഞാൽ വജീനൽ ഡിസ്ചാർജിനെല്ലാം ഒരു ഭയങ്കര കെട്ട നാറ്റവും അല്ലെങ്കിൽ വാടയോട് കൂടി വരും. ജെനിറ്റൽ ഇച്ചിങ് ആൻഡ് പെയിൻഫുൾ യൂറിനേഷൻ, മൂത്രമൊഴിക്കാൻ പോകുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും. അതുപോലെ തന്നെ ജനനേന്ദ്രിയങ്ങളുടെ അടുത്ത് ഭയങ്കരമായിട്ടുള്ള കടിയും അനുഭവപ്പെടും. സ്ത്രീകളിൽ. ഇൻ മെൻ, അതായത് ആണുങ്ങളിൽ ഇത് എന്താണ് ഇരിക്കുന്നത്? ദിസ് ഈസ് കോമൺ സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ക്യാൻ എക്സ്പീരിയൻസ് യൂറിത്രാറ്റിസ്, പ്രോസ്ട്രാസിസ്, റെഡ്യൂസ്ഡ് ഫെർട്ടിലിറ്റി. അപ്പോൾ ഈ ആണുങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ യൂറിത്രാസിസിന് കാരണമായി തീരും, പ്രോസ്ട്രാസിസിന് കാരണമായി തീരും, റെഡ്യൂസ്ഡ് ഫെർട്ടിലിറ്റി, വന്ധ്യംകരണത്തിന് സാധ്യതയുണ്ട്. ആൻഡ് ആംപ്ലിഫൈഡ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡിഫിഷ്യൻസി വൈറസ് റിസ്ക്. അതായത് അതുപോലെ തന്നെ മനുഷ്യന് കൂടുതലായിട്ട് ഇമ്മ്യൂണോ ഡിഫിഷ്യൻസി, അതായത് ഇമ്മ്യൂണിറ്റിയുടെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയും ആർക്കുണ്ട്? ഈ രോഗം ഏത് രോഗം ബാധിച്ചവർക്കാണ്? നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ട്രൈക്കോമോണിയാസിസ് രോഗം ബാധിച്ചവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുവാൻ പോകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ ക്യാൻഡിയാസിസ് എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ചാണ്. ക്യാൻഡിയാസിസ് എന്ന് പറയുന്ന രോഗം എന്താണ്? ക്യാൻഡിയാസിസ് ഈസ് എ ഫംഗൽ ഇൻഫെക്ഷൻ ഡ്യൂ ടു എനി സ്പീഷ്യസ് ഓഫ് ജീൻസ് ഓഫ് കാൻഡിഡ. അതായത് ഈ ക്യാൻഡിയാസിസ് എന്ന് പറയുന്ന രോഗം ഈ കാൻഡിഡ എന്ന് പറയുന്ന സ്പീഷ്യസിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വെൻ ഇറ്റ് അഫക്ട്സ് ദ മൗത്ത്, അത് നമ്മളുടെ മൗത്തിൽ അഫക്റ്റ് ചെയ്യാം. ഇൻ സം കൺട്രീസ് ഇറ്റ് ഈസ് കോമൺലി കോൾഡ് ത്രാഷ്. ഇത് ചില സ്ഥലങ്ങളിൽ, ചില രാജ്യങ്ങളിൽ ഇതിനെ ത്രഷ് എന്ന് പറയാറുണ്ട്. സൈൻസ് ആൻഡ് സിംറ്റംസ് ഇൻക്ലൂഡ് വൈറ്റ് പാച്ചസ് ഓൺ ദ ടങ്, അതായത് വെളുത്ത തരത്തിലുള്ള മുറിവുകൾ പോലെയുള്ളത് നമ്മളുടെ ശരീരത്തിൽ കാണപ്പെടുവാനായിട്ട് നമ്മളുടെ നാവുകളിൽ കാണപ്പെടുന്നു. അതുപോലെ തന്നെ അതർ ഏരിയാസ് ഓഫ് ദ മൗത്ത്, ബാക്കി മൗത്തിൻ്റെ അകത്തുള്ള ഏരിയകളിലും കാണപ്പെടുന്നു. ആൻഡ് ത്രോട്ട്, അതായത് നമ്മളുടെ തൊണ്ടയ്ക്കകത്തും കാണപ്പെടുന്നു. അതർ സിംറ്റംസ് മേ ഇൻക്ലൂഡ് സോറൻസ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് സ്വെല്ലിംഗ്. അതുപോലെ തന്നെ അവിടെ എന്താണ് കാണപ്പെടുന്നത്? ഈ സ്വെല്ലിങ് കാണും. അതുപോലെ തന്നെ സോറിയൻസ്
ഡിസീസസ് ഒക്കെ കാണുവാനായിട്ട് സാധ്യതയുണ്ട് എപ്പോഴും ഈ ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ബാക്കിയായിട്ടുള്ള ഭാഗമാണ്. ഓക്കെ, വാക്സിനേഷൻ എഗനസ്റ്റ് HPV ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻസ് ആർ അവൈലബിൾ. ഇപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, വാക്സിനേഷനുകൾ ഏതെല്ലാം രോഗത്തിനെതിരായിട്ടാണ്? HPV എന്ന് പറയുന്ന രോഗമുണ്ട്. HPV എന്ന് പറയുന്ന രോഗത്തിന് നമ്മൾ പറയുന്ന പേര് എന്താണ്? ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നാണ് പറയുന്നത്. ആ രോഗത്തിനെതിരായിട്ട് എന്തുണ്ട്? വാക്സിനേഷനുണ്ട്. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന രോഗത്തിനെതിരായിട്ടും വാക്സിനേഷൻ ഇന്ന് അവൈലബിൾ ആണ്. ഇൻ അഡീഷൻ എൻഷൂറിങ് ജെനിറ്റൽ ഹൈജീൻ, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും നമ്മളുടെ ജെനിറ്റൽ ഏരിയയിൽ നല്ല ഹൈജീൻ ശുദ്ധിയായിട്ട് സൂക്ഷിക്കണം. ആൻഡ് സീക്കിംഗ് ഇമ്മീഡിയറ്റ് മെഡിക്കൽ അറ്റൻഷൻ ഇഫ് സിംറ്റംസ് ഒക്വർ ക്യാൻ ഹെൽപ്പ് പ്രിവെൻറ്റിംഗ് ലോങ് ടൈം കോൺസിക്വൻസസ് ആൻഡ് റെഡ്യൂസിങ് ട്രാൻസ്മിഷൻ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സിംറ്റം അടയാളം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഡോക്ടറുടെ സഹായം തേടുക വേണം. അല്ലെങ്കിൽ ലോങ് ടൈം കോൺസിക്വൻസ്, അതായത് ദീർഘകാലത്തേക്കുള്ള പരിണിത ഫലങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ട്രാൻസ്മിറ്റ് പ്രത്യേകിച്ചും പങ്കാളിയിലേക്ക് ഈ രോഗം പകരുവാനുള്ള സാധ്യതയും കുറയും. അത് കാരണം കൊണ്ട് ഈ രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ രോഗത്തിനെ എന്ത് ചെയ്യണം? ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻ്റർവ്യൂ എ ഡോക്ടർ ടു ക്ലിയർ യുവർ ഡൗട്ട്സ് അബൌട്ട് സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ഡോക്ടറിനെ ഇൻ്റർവ്യൂ ചെയ്ത് സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസിനെ കുറിച്ച് പഠിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. കളക്ട് മോർ ഇൻഫർമേഷൻ ആൻഡ് പ്രിപ്പയർ എ ഡിസ്പ്ലേ പോസ്റ്റർ ഓൺ ദ പാത്തജൻസ് കോസ് ദ എബൌട്ട് ഡിസീസസ് ആൻഡ് ദിയർ ട്രാൻസ്മിഷൻ ആൻഡ് പ്രിവെൻഷൻ. ഈ മോളി പറഞ്ഞിരിക്കുന്ന രോഗങ്ങൾ പകർത്തുന്ന രോഗാണുക്കളെക്കുറിച്ചും അതുപോലെ തന്നെ രോഗത്തെക്കുറിച്ചും നമ്മളോട് ഒരു ഡിസ്കഷൻ നടത്തി ഒരു ചാർട്ടൊക്കെ ഉണ്ടാക്കി ക്ലാസ്സിൽ ഡിസ്പ്ലേ ചെയ്യുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന രോഗങ്ങളെക്കുറിച്ചെല്ലാം ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ല വിശദീകരണം തന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിലും കൂടി ഇത് ചെയ്ത് വേണം എന്ത് ചെയ്യാനായിട്ട്? ഈ രോഗത്തെക്കുറിച്ചുള്ള വിശദീകരണം നൽകുവാനായിട്ട്. ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിൽ കുറച്ചുകൂടി എലാബറേറ്റ് ആയിട്ട് ഞാൻ ഈ സംഗതി പറഞ്ഞിട്ടുണ്ട്. അത് കാരണം കൊണ്ട് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലേക്ക് എല്ലാവരും ആ വീഡിയോ കൂടി റെഫർ ചെയ്യണമെന്ന് എല്ലാവരെയും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വി വിൽ സീ വിത്ത് അനദർ വീഡിയോ.